എൻ്റെ കയ്യിൽ ഒരു കഥ ഉണ്ട്. പക്ഷേ എങ്ങനെ സ്ക്രിപ്റ്റ് എഴുതണം എന്ന് സംശയമാണ്. തുടക്കവും ഒടുക്കമൊക്കെ ഓക്കെയാണ്. അപ്പോൾ എനിക്ക് വന്നൊരു കമൻറ്റാണ്. വളരെ ബേസിക്കായിട്ട് ഈസി ആയിട്ട് എങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതണമെന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്ക് ഈ ഫിലിമിൻ്റെ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് 2-3 ഫോർമാറ്റ് ഉണ്ട്. അതിൽ ഏറ്റവും ഈസി ഫോർമാറ്റാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ആദ്യം നമ്മൾ സീനാണ് എഴുതേണ്ടത്. സീൻ 1 അല്ലെങ്കിൽ സീൻ 2 എന്ന് എഴുതി ഞാൻ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ. രണ്ടാമത് നമ്മൾ എഴുതേണ്ടത് ഡേ ആണ് ഡേ, നൈറ്റ് ആണ് നൈറ്റ്. അതുപോലെ തന്നെ ഇൻറ്റീരിയർ ആണെങ്കിൽ ഇൻറ്റീരിയർ, എക്സ്റ്റീരിയർ ആണ് എക്സ്റ്റീരിയർ. ഇപ്പോൾ എസ്റ്റീരിയർ ആണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഒരു ബീച്ച് ആണെങ്കിൽ എസ്റ്റീരിയർ ബീച്ചിന് എഴുതുക. സമയം നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കുക, ഒരു 4:30 PM അങ്ങനെ സമയം കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ശേഷം നമ്മൾ എഴുതേണ്ടത് സന്ദർഭമാണ്. കടൽ തീരത്ത് സന്ധ്യാസമയം, തിരമാലകൾ ശാന്തമായി അടിക്കുന്നു, അനു ഒറ്റയ്ക്കിരിക്കുന്നു, ആകാശത്തേക്ക് നോക്കുന്നു, അരുൺ എത്തുന്നു. നമുക്ക് വേണമെങ്കിൽ ഈ അനുവിനെ ഡീറ്റെയിൽ ആയിട്ട് അനു യെല്ലോ സാരിയാണ് ഉടുത്തിരിക്കുന്നത്, അതേപോലെ അരുൺ വൈറ്റ് ഷർട്ടും ബ്രൗൺ പാൻറ്റും ഇട്ടിരിക്കുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറ്റും. അങ്ങനെ എഴുതുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ശേഷം അരുൺ പറയുന്ന ഡയലോഗ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മുടെ പേപ്പറിൻ്റെ സെൻറ്ററിൽ അരുൺ എഴുതിയ ശേഷം അരുണിൻ്റെ എക്സ്പ്രഷൻ, ഇപ്പം കരഞ്ഞുകൊണ്ടാണ് കരഞ്ഞുകൊണ്ട്, ചിരിച്ചുകൊണ്ടാണ് ചിരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നാണത്തോടെ എന്നുള്ള രീതിയിൽ ബ്രാക്കറ്റ് ഇട്ട് എക്സ്പ്രഷൻ നമ്മൾ എഴുതി വെക്കുക. അതിനുശേഷം അരുൺ പറയുന്ന ഡയലോഗ് നമ്മൾ താഴേക്ക് എഴുതുക. നീ ഇവിടെ ഇരിക്കുകയാണെന്ന് എനിക്കറിയാമായിരുന്നു. ഇതാണ് അരുൺ പറയുന്ന ഡയലോഗ്. തൊട്ട് താഴെ അത് അനുവിൻ്റെ ഡയലോഗും അനു ഒന്ന് എഴുതിയ ശേഷം താഴേക്ക് അനുവിൻ്റെ എക്സ്പ്രഷൻ എഴുതിയ ശേഷം അനു പറയുന്ന ഡയലോഗ് എഴുതുക. അനുവിൻ്റെ അരുണിൻ്റെ സംഭാഷണം കഴിഞ്ഞ് ആ സീൻ അവസാനിക്കുകയാണെങ്കിൽ നമുക്ക് കൺക്ലൂഷനായിട്ട് ഇങ്ങനെ എഴുതാം: അരുണും അനുവും കൂടെ പതിയെ കടൽ തീരത്തുകൂടെ കൈ കോർത്ത് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ശേഷം നമുക്ക് കട്ട് കൊടുക്കാം. ഇനി അടുത്ത സീനിലേക്ക് കിടക്കാം. ആക്ച്വലി സ്ക്രിപ്റ്റ് എങ്ങനെ എഴുതുന്നുള്ളതിലല്ല, നമ്മൾ എഴുതിയ സ്ക്രിപ്റ്റ് ഡയറക്ടർക്കും സിനിമാറ്റോഗ്രാഫർക്കൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവുന്നു എന്നുള്ളതിലാണ് കാര്യം. അതുകൊണ്ട് നമുക്ക് അതിൽ വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്ക്രിപ്റ്റ് എഴുതാൻ പഠിക്കണമെങ്കിൽ, റെഫറൻസ് വേണമെങ്കിൽ ജസ്റ്റ് സ്ക്രിപ്റ്റ് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. മലയാളത്തിലെ ഫേമസ് ആയ 2-3 സിനിമകളുടെ സ്ക്രിപ്റ്റ് ഞാൻ നിങ്ങൾക്ക് DM ചെയ്തു തരാം. ഐ ആം അലൻ വിക്രാന്ത് റിലീസിനൊരുങ്ങുന്ന ഗ്ലോറ എന്ന മൂവിയുടെ ഡയറക്ടറാണ്, സിനിമാറ്റോഗ്രാഫറാണ്.